ഏഷ്യ കപ്പ് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മൂന്നാമത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരമായിരുന്നു ഫൈനലിൽ നടന്നത്. ഇന്ത്യ തകർപ്പൻ വിജയം സ്വന്തമാക്കി. നമുക്ക് ഇതിന്റെ മുമ്പുണ്ടായിരുന്ന രണ്ട് മത്സരങ്ങൾ ഏകപക്ഷീയമായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു ഫൈനലിലെ എല്ലാ ത്രില്ലറുകളും ആ ഒരു രീതിയിലുള്ള ഘടകങ്ങളൊക്കെ ഉൾക്കൊണ്ട ഒരു മത്സരമായിരുന്നു. നമ്മൾ പാകിസ്ഥാന്റെ ആ ഒരു ബാറ്റിംഗ് കണ്ടപ്പോ നമ്മൾ വല്ലാതെ ഒന്ന് ടെൻഷനിലായി. കാരണം ഈ രീതിയിൽ അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തുടക്കമൊക്കെ പാകിസ്ഥാനെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് വിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ത്യയുടെ സ്പിന്നർമാർ വരുമ്പോൾ അത് കൃത്യമായിട്ട് വരുൺ ചക്രവർത്തി തുടങ്ങി വെക്കുന്നത്, ബാക്കി അക്ഷറും കുൽദീപ് യാദവും കൂടിയിട്ട് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുന്ന ഒരു രീതി. ഇപ്പൊ 113-1 എന്ന നിലയിൽ നിന്ന് ഒറ്റയടിക്ക് 146 അവർ ഓൾ ഔട്ട് ആവുന്നു എന്നൊരു ഘട്ടം, അത് ഈ മത്സരത്തെ ഇന്ത്യയുടെ ബോളിംഗ് ഒരു നിർണായകമായി മാറിയില്ലേ? തീർച്ചയായും പാകിസ്ഥാനെ കൊതിപ്പിച്ചിട്ട് തീർത്തുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നെ പറയുന്നത് തന്നെ ഈ പാക് ടീമിനെ കൊണ്ടൊന്നും ആവൂല. അവർക്ക് കളത്തിന് പുറത്ത് കോക്കുരി കുത്താനും കുഞ്ഞനം കുത്താനും മാത്രമേ പറ്റൂ, കളത്തിനകത്തൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ സൈഫ് പറഞ്ഞ പോലെ പാകിസ്ഥാൻ്റെ ആരാധകർക്കുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഇന്നലെ ഓപ്പണർമാർ ആദ്യമായിട്ടൊന്ന് തകർത്തടിച്ചപ്പോൾ പിന്നെ ഓപ്പണർമാരുടെ ജോലി ചെയ്തപ്പോൾ വേറെ ജോലി ചെയ്തു, നമുക്ക് വിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ കളി ഇന്ത്യയുടെ കയ്യിൽ തന്നെയായിരുന്നു. സൂര്യകുമാർ യാദവിൻ്റെ കോൺഫിഡൻസ് നമ്മൾ കണ്ടാണ് ഫീൽഡ് സമയത്ത്. കൃത്യമായി സ്പിന്നർമാർ വന്നു, വിക്കറ്റുകൾ വീഴ്ത്തി 146 തീർത്തു. നേരെ മറിച്ച് തിരിച്ചു വരുമ്പോഴോ തന്നെയാണ് ഇന്ത്യയുടെ ഓപ്പണിംഗിൽ എപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്, അഭിഷേക് ഒന്ന് പതറിപ്പോയി ഒന്ന് കരകയറ്റുന്നത് അറിയാനുണ്ട്. പക്ഷെ നമുക്കറിയാം പാകിസ്ഥാനെ പോലെ ഒരു താരത്തിൻ്റെ മാത്രം ചുമലിൽ നിൽക്കുന്ന ടീമല്ല. നമുക്ക് 8 ബാറ്റ്സ്മാൻമാർ, കിടിലൻ ബാറ്റ്സ്മാൻമാരുണ്ട്. അതിൽ ആദ്യത്തെ ടോപ്പ് ഓർഡർ ഒന്ന് വീണ് പോയെങ്കിലും സഞ്ജുവും തിലകും കൂടിയിട്ട് കളി തിരിച്ചു കൊണ്ടുവരുന്നു. സഞ്ജു പോയപ്പോൾ ദുബൈ വന്നിട്ട് പവർ പിച്ച് എടുക്കുന്നു. അതിനുശേഷം റിങ്കു സിംഗിന് ചടങ്ങ് പൂർത്തിയാക്കുന്നു. അത്രയും ഉണ്ടായിരുന്നു. നമുക്ക് വലിയ ആശങ്കയുണ്ടെന്നില്ല. 146 റൺസ് പറഞ്ഞാൽ ഈ നമ്മൾ ഓപ്പണർമാർ 13-ന് 20-ന് 3 വിക്കറ്റ് പോകുന്ന സമയത്തേക്ക് നമുക്ക് ഒന്ന് ചിലപ്പോൾ ടെൻഷൻ അടിച്ചവരുണ്ടാകും. പക്ഷെ നമുക്കറിയാം നമ്മുടെ ബാറ്റിംഗ് ഡെപ്ത് ഒരു പ്രശ്നം നമുക്കില്ല. ഇന്നലെ റിങ്കു സിംഗ് ഉണ്ടായിരുന്നു, ഹാർദിക്കില്ലെങ്കിൽ റിങ്കു സിംഗ് ഉണ്ടായിരുന്നു, അതിന് പുറമെ അക്ഷർ പട്ടേൽ വരാണ്ട്. നമുക്ക് ഉറപ്പായിരുന്നു ഈ സ്കോർ നമുക്ക് എന്തായാലും ബീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത്. അത് കൃത്യമായി ചെയ്തു. അതിനിടയ്ക്ക് തന്നെ ഇന്നലെ കാണികളുടെ ഇതിൽ നമ്മൾ കണ്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് അഭിഷേകിൻ്റെ വിക്കറ്റ് പോകുമ്പോൾ പാകിസ്ഥാൻ ആരാധകർ അങ്ങ് മതിമറന്ന് ആഘോഷിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ആദ്യം അവരുടെ ഓപ്പണിംഗ് കണ്ടപ്പം അവർ എത്ര തന്നോളം ആഘോഷിച്ചു, അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ 2 വിക്കറ്റ് പോയപ്പം ആഘോഷിച്ചത്. പക്ഷെ അതെല്ലാം വെറുതെ ആയിരുന്നു. ആ ഒരു നിമിഷത്തേക്ക് മാത്രം കഴിഞ്ഞ 2 അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കഴിഞ്ഞ 2 മത്സരം തോറ്റിട്ട് ശീലമായിട്ടുണ്ടാവും. നേരെ വെച്ച് നമുക്കാണെങ്കിൽ വലിയൊരു ആഘാതമായി പോയാൽ ഒരു പ്രശ്നമല്ലേ. നമ്മൾ പറഞ്ഞാൽ തന്നെ ഈ ടീം ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരുപാട് നമ്മുടെ വീക്ക്നെസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി, വീക്ക് പോയിന്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ശ്രീലങ്കയ്ക്ക് നമ്മൾ കണ്ടാണ്. അതുകൊണ്ട് അപ്പോൾ ഈ T20 ലോകകപ്പിന് പോകുമ്പോഴേക്കും നമുക്ക് T20 ലോകകപ്പിനുള്ള സന്നാഹ മത്സരം മാത്രമായിരുന്നു ഏഷ്യ കപ്പ്. യാതൊരു സംശയമില്ല. ലോകരാജ്ഞിമാർക്ക് ഏഷ്യ കപ്പ് ഒരു സന്നാഹ മത്സരം മാത്രം തന്നെ. അയൽ രാജ്യങ്ങളായിട്ടൊന്ന് സന്നാഹ മത്സരം കളിച്ചു, അത് നമ്മൾ തന്നെയാണ് ചാമ്പ്യന്മാരെ തെളിയിച്ചു. ഇനി T20 ലോകകപ്പിനുള്ള തയ്യാറെടുപ്പാണ്. അതിലേക്ക് പോകുമ്പോഴേക്കും പരിഹരിക്കാൻ ഒറ്റേറെ പ്രശ്നങ്ങളുണ്ട്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ ഫോമിന് ആശങ്കയുണ്ട്. ഗില്ലിൻ്റെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഗില്ല് തന്നെ കളിക്കണമല്ല, നമുക്ക് സഞ്ജുവിനെ പോലുള്ള താരങ്ങൾ വീണ്ടും വരണമെന്നുള്ള ചർച്ചകൾക്ക് ഇനി വീണ്ടും സ്കോപ്പ് ഉണ്ട്. അങ്ങനെ മാറി വരുവാണ്. പക്ഷേ ഒരു സംശയമില്ല, ഈ പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യയെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. തീർച്ചയായും നമ്മൾ ഇന്നലെ കളിക്കുന്ന സമയത്ത് നമ്മളെ ന്യൂ ബോൾ എടുത്തിരുന്ന ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട താരമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹാർദിക് കൂടുതലും ടീമിനായി സംഭാവന ചെയ്തുകൊണ്ടിരുന്ന ബോളിങ്ങിലാണ്. സ്വാഭാവികമായിട്ടും ഹാർദിക്കിന് പകരം ഹർഷ്ദീപ് സിംഗിനെ കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ എത്തിയത് റിങ്കു സിംഗ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം റിങ്കു സിംഗ് ബോളിംഗ് ഒരു ബാറ്ററാണ്, ഫിനിഷറാണ്, ഫിനിഷിംഗ് റോളിൽ ഇത് ചെയ്യുന്നതാണ്. അപ്പൊ മറുവശത്ത് ഇന്ത്യയുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ ശിവൻ ദുബെയാണ് ഉള്ളത്. പാർട്ട് ടൈം ബോളറായിട്ട് ശിവൻ ദുബെ ഉണ്ട്. ശിവൻ ദുബെ ശരിക്കും പാർട്ട് ടൈം അല്ലായിരുന്നു ഈ ടൂർണമെന്റിൽ എന്നതാണ് യാഥാർത്ഥ്യം. അതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ബുംറ 2 വിക്കറ്റ് വീഴ്ത്തുന്നു. ബാക്കി സ്പിന്നർമാരെ വിശ്വസത്തിൽ എടുക്കാനുള്ള ഒരു റിസ്ക് ഇന്ത്യൻ ടീം എടുത്തിരുന്നു എന്നുള്ളതാണ്. ആ ഒരു റിസ്ക് അവിടെ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഇന്ത്യൻ ടീം തയ്യാറായി. സ്വാഭാവികമായിട്ടും സ്പിന്നർമാർ തന്നെ വിക്കറ്റുകൾ വീഴ്ത്തുന്നു. ഇപ്പൊ വരുൺ ചക്രവർത്തി വിക്കറ്റ് വീഴ്ത്തി, അക്ഷർ പട്ടേൽ 2 വിക്കറ്റ്, വരുൺ ചക്രവർത്തി 2 വിക്കറ്റ്, കുൽദീപ് യാദവ് 4 വിക്കറ്റ് വീഴ്ത്തുന്നു. അതെ. മാത്രമല്ല ബുംറ 2 വിക്കറ്റ് വീഴ്ത്തുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്ന അത് ഇന്ത്യൻ ടീം നമുക്കറിയാം ഒരു 5ാമത്തെ ബോളറായിട്ട് ശിവൻ ദുബെ ആണുള്ളത് എന്നുള്ളത്. ശിവൻ ദുബെ ഒരു ബോളറാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂർണമെന്റിന് മുമ്പ് വരെ നമുക്ക് ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നില്ല. പക്ഷെ പതുക്കെ ശിവൻ ദുബെ അങ്ങനെ ഇവോൾവ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചൊരു നല്ല കാര്യമാണ്. കാരണം ഒരു എക്സ്ട്രാ ബാറ്റർ കൂടാരമായിട്ട് മാറുന്നുണ്ട്. പക്ഷെ ദുബായിലെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് സ്പിന്നർമാരെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. ആ ഒരു റിസ്ക് ഇന്ത്യ എടുത്ത് ആ ഒരു റിസ്കിനുള്ള ഫലം കിട്ടി തുടങ്ങിയത് ആ ഒരു പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ ഇന്നിങ്സിന്റെ ഒരു 2ാം പകുതിയിലാണ്. 10 ഓവറിന് ശേഷം ആണ് ആ ഒരു അവിടെ തൊട്ട് അവരുടെ മോഹങ്ങളെല്ലാം തീർന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കുൽദീപ് യാദവ് പെട്ടെന്ന് വിക്കറ്റുകൾ വീഴ്ത്തുന്ന സമയത്തേക്ക് ഈ പറഞ്ഞ 113-ന് 1 അവസ്ഥയിൽ നിന്ന് 130 റൺസ് 36 റൺസ് എടുക്കുമ്പോഴേക്ക് ബാക്കിയില്ല 19 പേരും കൂടാരംഗങ്ങൾ പറയുമ്പോൾ അത് ചിന്തിക്കാൻ പറ്റുന്നില്ല ഏത് ടീമിനായാലും, പാകിസ്ഥാൻ ടീമിനായാലും ആർക്കായാലും. പക്ഷേ നമ്മളിപ്പം പറയുന്നത് തന്നെ
ക്രിക്കറ്റ് ടീം ആരോടും തോൽക്കും ആരോടും ജയിക്കുന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ നിലവിലെ പാക് ടീമിന് ഇപ്പം ആരോടും ജയിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഇന്ത്യയോട് ജയിക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആദ്യത്തെ 2 മത്സരം സൈഫ് ആദ്യം പറഞ്ഞാൽ തന്നെ ആധികാരികമായിട്ട് ഇന്ത്യ ജയിച്ചു. 3-ാം മത്സരം അവരത് കൊതിപ്പിച്ച് നമ്മൾ ജയിച്ചതേ ഉള്ളൂ. ആധികാരികം തന്നെ പറയുന്ന സംശയമാണ് എനിക്ക് തോന്നുന്നത്. നമ്മൊന്ന് വിക്കറ്റുകൾ ആദ്യം പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ കളി തിരിച്ചു പിടിക്കാൻ എന്താണോ വേണ്ടത് അത് സഞ്ജു സാംസണും പിന്നെ തിലകും കൂടെ ചെയ്തിരുന്നു. ആ പാർട്ട്ണർഷിപ്പ് ഇപ്പം മത്സരശേഷം സഞ്ജുവിൻ്റെ ഇന്നിങ്സിനെ പലരും വിമർശിക്കുന്നത് കാണുന്നുണ്ട്. സഞ്ജു ഒരു വലിയൊരു ചാൻസ് പിന്നെ നഷ്ടപ്പെടുത്തിയ ടീമിലെ സ്ഥിരം മധ്യനിരയിൽ സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നൊക്കെ. ഒരിക്കലും എല്ലാ സ്ഥാനം നഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. സഞ്ജു എന്താണോ വേണ്ടത് അത് ടീമിന് കൊടുത്തിട്ടുണ്ട്. ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴാണ് അവിടെ വിക്കറ്റ് വേണമെന്ന് ഉറപ്പാണ്. പക്ഷേ അതിൽ പ്രശ്നമില്ല. പിന്നെ വരുന്ന താരങ്ങളുണ്ട്, വിജയത്തിലേക്ക് അടുത്തിട്ടുണ്ട്. ഈ 30-20-30-3 വിക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നിന്ന് കളി തിരിച്ചു കൊണ്ടുവരാനല്ല ഇത് ഒരു കോൺട്രിബ്യൂഷൻ, വലിയൊരു കോൺട്രിബ്യൂഷനാണ്. 84 റൺസിന്റെ പാർട്ണർഷിപ്പ് അവർ എടുത്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഇന്ത്യ എടുത്ത റിസ്കിന്റെ ഒരു ഹാർദിക് പാണ്ഡ്യനെ പോലുള്ള ഒരു ഓൾറൗണ്ടർ മാറ്റിയിട്ട് റിങ്കു സിംഗിനെ കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യ എടുത്ത ഒരു റിസ്ക് ഈ പറഞ്ഞ പോലെ ഉണ്ട്. ഒരു ബൗളിങ്ങിൽ കുറച്ച് പിന്നിലേക്ക് കൂടെ ആ റിസ്കിന് ഫലം കിട്ടിയത് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ കൊളാപ്സ് ആയപ്പോഴാണ്. കാരണം ഒരുപക്ഷെ അഭിഷേകിന്റെ ഒരു പ്രശ്നമൊക്കെ ഇന്ത്യ ഇത് ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു എക്സ്ട്രാ ബാറ്റർ കുറയുക എന്ന് പറയുന്നത് ഇന്നലെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ്. തീർച്ചയായും ഈ 3 വിക്കറ്റ് പോകുന്ന സമയത്ത് സഞ്ജുവിനാണെങ്കിലും തിലകിനാണെങ്കിലും ഉള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് റിങ്കു പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ രസകരമായ കാര്യം എന്താ വെച്ചാൽ റിങ്കു ഒറ്റ ബോൾ ഈ ടൂർണമെന്റിൽ കളിച്ചുള്ളൂ. അത് ഫൈനലിലെ വിജയറന്നെ കുറിക്കാൻ അത് വലിയൊരു ഇതാണ്. റിങ്കു സിംഗിനെ എക്കാലത്ത് ഓർമ്മിക്കാനുള്ള ഒരു ഇതായിട്ട് ഈ പറഞ്ഞ ഏഷ്യ കപ്പിന്റെ ഒരു ടൂർണമെന്റിൽ വരുന്നു. ആ ഒറ്റ മത്സരം കളിക്കുന്ന ഒറ്റ ബോൾ ഫേസ് ചെയ്യുന്നതിലും ബൗണ്ടറി ഇടുന്നത് പാകിസ്ഥാനെതിരെ വിജയ റൺ ഫൈനലിൽ വല്ലാത്തൊരു നിമിഷമാണത്. പക്ഷേ ഇത് പറഞ്ഞ തന്നെ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഹാരിസ് റാവുവിനെ കൈകാര്യം ചെയ്ത രീതിയാണ്. ഈ പറയുന്ന നമ്മുടെ ബാറ്റ്സ്മാരായാലും ബൂമ്ര വിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ മറ്റേ ആംഗ്യം കാണിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, അതിനേക്കാളും ഈ പറഞ്ഞ പോലെ പിന്നെ സൈലാണോ ബാറ്റ്സ്മിസിലാണോ എന്താണെന്ന് അറിയില്ല. എല്ലാം 22 വന്നില്ല, 22 ദിവസം 50 റൺസ് അടിച്ചത്. ബാറ്റിങ്ങിലെല്ലാം ബോളിങ്ങിലാണെന്നല്ലോ ഹാരിസ് റഫിന്റെ 50 പറഞ്ഞത്. എങ്ങനെയാണോ ഈ കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഹാരിസ് റഫും പിന്നെ ഹാരിസ് റഫിന്റെ ഭാര്യ ഉൾപ്പെടെ പറഞ്ഞത് നമ്മൾ പിന്നെ ഹീറോ ആയി മാറി പറഞ്ഞു. കളത്തിലെ പുറത്തായിരുന്നു ഹീറോ. ആ കളത്തിന് പുറത്തോട്ട് റോക്കറ്റ് വിടുന്നത് തകരുന്നു, അല്ലെ വിമാനം തകർക്കുന്നു പറയുന്നത്. പക്ഷെ ഇവിടെ ശരിക്കും കണ്ടത് ഹാരിസ് റാവുവിനെ ആകാശത്തേക്ക് വിട്ടിട്ട് അവിടെ വെച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യുമായിരുന്നു. ആ തീർത്ത് ലാസ്റ്റ് ഫൈനൽ ഓവർ ഉൾപ്പെടെ വരുമ്പം ഹാരിസ് റാവുവിനായിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റി. ഈ പറഞ്ഞാൽ ഇന്ത്യൻ യുവതയുടെ സ്കെച്ച് ഇട്ട് പണിതാണോ സംശയമുണ്ട്. അങ്ങനെയാണ് തെരഞ്ഞു പിടിച്ച് അടിക്കുമായിരുന്നു. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ ഇന്ത്യയുടെ ബോളിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ കുൽദീപ് യാദവിന്റെ ഒരു പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇന്ത്യൻ സ്പിന്നർമാരുടെ പ്രകടനം ആണ് ഇന്ത്യക്ക് കരുത്തായത്. ഒരുപാട് ട്രോളുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ പാകിസ്ഥാൻ ആരാധകൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഷ്റൂമിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് 113 ഇതെന്തോ സംഭവിച്ചു എന്നുള്ള രീതിയിൽ നമ്മള് മിനിമം ഒരു 150 എടുക്കുമ്പോൾ സ്കോർ ആയിട്ടാണ് കാണുന്നത്. മികച്ചിരുന്നത് അപ്പോൾ നമ്മൾ കരുതുന്നത് ശ്രീലങ്കയ്ക്ക് 200 അടിച്ച ടീമാണല്ലോ, നമുക്ക് പിടിക്കാൻ പറ്റില്ല. ആ ഒരു പ്രതീക്ഷ ഇന്ത്യ നടത്തുള്ളൂ. പക്ഷെ ഒന്നും വേണ്ടിയൊന്നുമില്ല. എല്ലാം തീർത്ത് 150 കിടക്കുന്ന മുമ്പേ എറിഞ്ഞ് തീട്ടു. അതാണ് ഇന്ത്യയുടെ ബോളിംഗ്. തീർച്ചയായിട്ടും. അപ്പൊ അത് പറയുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരണം. ബാറ്റിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് 147 എന്ന് പറയുന്നത് ഒരു താരതമ്യേന ചെറിയ ഒരു സ്കോറാണെന്ന് പറയാം. പക്ഷെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ നമുക്കറിയാം, ഇപ്പോൾ ഫഹീം ആണെങ്കിലും ഷെയ്ൻ ഷാഫ്രീദി ആണെങ്കിലും ആ ഒരു ബോളിംഗ്, പവർ പ്ലേയിലെ ബോളിംഗ് 3 വിക്കറ്റ് വീഴ്ത്തുക. 3 വിക്കറ്റ് എന്ന് പറയുമ്പോൾ അത് വളരെ നിർണായകമായ വിക്കറ്റുകളാണ്. ഒന്ന്, ഇന്ത്യയുടെ സ്വാഭാവികമായിട്ട് ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഫോമിലുള്ള ഏറ്റവും അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്തിട്ടുള്ള ഒരു താരം അഭിഷേക് ശർമ്മ എന്ന് പറയുന്ന താരത്തിന്റെ കരുത്തായിരുന്നു നമ്മൾ പല മത്സരങ്ങളിലും ഇന്ത്യ ഒരു മികച്ച സ്കോറിലേക്ക് എത്താൻ കാരണം. ആ അഭിഷേക് ശർമ്മേനെ നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്നുണ്ട്. 2ാമത്തെ ഓവറിൽ നഷ്ടപ്പെടുന്നുണ്ട്. അടുത്ത ഓവറിൽ ഈ സൂര്യകുമാർ യാദവ് പോകുന്നുണ്ട്. ഇന്ത്യയുടെ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അതെ. അത് കഴിഞ്ഞിട്ട് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും പോവാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തിലകും സഞ്ജുവും ക്രീസിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കറിയാം ഇത്രയും മത്സരങ്ങൾ നമ്മൾ മധ്യനിരേനെ പലപ്പോഴും മധ്യനിര പ്രദേശത്ത് വരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടം വന്നപ്പോ എനിക്ക് തോന്നുന്നു ഇത്രയും കാലം അവര് അഭിഷേകിന്റെ ഒക്കെ ഇതിനകത്ത് കുറച്ച് ആ ഒരു സമയത്ത് തിലകാണെങ്കിലും സഞ്ജു ആണെങ്കിലും കളിച്ച സഞ്ജു മത്സരം പറയുന്നുണ്ട്. എന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് IPL ആയാലും ഇന്റർനാഷണൽ ക്രിക്കറ്റിലായാലും കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്പം കൈകാര്യന്റെ റോള് ആങ്കർ റോളാണ് കളി തിരിച്ചു പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. വിക്കറ്റുകൾ പോകാത്ത നോക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് താരം പറയുന്നുണ്ട്. എക്സ്പീരിയൻസിന്റെ കൂടെ കരുത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും. ആ ഒരു 57 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് 147 പോലുള്ള റണ്ണൊക്കെ ചേസ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഇപ്പം സഞ്ജുവിന്റെ വിക്കറ്റ് പോയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ തിലകിനും ദുബൈക്കും ഇത്ര ഫ്രീ ആയിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വിക്കറ്റ് കളിക്കാൻ വേണ്ടി പറ്റില്ല. റിങ്കു സിംഗ് മാത്രമാണ് ഉള്ളത്. ഇന്നലെ നേരത്തെ പറഞ്ഞ റിങ്കു സിംഗ് ഇല്ലെങ്കിൽ അതിനെക്കാട്ടും അക്ഷർ പട്ടേൽ ഉണ്ട്. അക്ഷർ പട്ടേൽ ബാറ്റ്സ്മാൻ തന്നെയാണ്. പിന്നെ ബോളിംഗ് ഓൾറൗണ്ടർ എന്ന് പറയുന്നെങ്കിലും ബാറ്റ്സ്മാൻ തന്നെയാണ് നമുക്കറിയാം. പക്ഷെ എങ്കിൽ കൂടി ഒരു നമുക്കൊരു ആത്മവിശ്വാസത്തോടെ ബാറ്റ് വെച്ചാൽ വേണ്ടി പറ്റില്ല. ഇന്നലെ ഇപ്പം തിലകിനും സഞ്ജു കൂടി നിൽക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല. സഞ്ജു പോയ ശേഷം ദുബൈ വന്നും പവർ ഹിറ്റ് എടുക്കുമ്പോൾ
തിലകിന് പ്രശ്നമില്ല, റിങ്കു വരാനുണ്ട്. റിങ്കു വരുമ്പോഴേക്കും ഒന്നുമില്ല, ചടങ്ങ് തീർക്കാനുള്ള അവസാനം ഓവറിലേക്ക് ചടങ്ങ് തീർത്ത് റിങ്കും പോയി. ഇപ്പൊ ആ ഒരു സമ്മർദ്ദ ഘട്ടത്തിലാണെങ്കിൽ പോലും സഞ്ജു ബാറ്റ് ചെയ്തൊരു രീതിയൊക്കെ നമുക്ക് അറിയാം കൃത്യമായിട്ട്. അത്രത്തോളം സമ്മർദ്ദ ആ സമയത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യ പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും ജയിച്ചിട്ട് നിർണായകമായ ഫൈനലിൽ പരാജയപ്പെടുക എന്ന് പറയുന്നത് വളരെ ഒരു ഇത് ഉള്ള സംഭവമാണ്. കുറച്ചു പേരൊക്കെ അങ്ങനെ ആശങ്കപ്പെട്ടിട്ടുണ്ടാവും. അത് ആ മത്സരത്തിൽ തുടക്ക സമയത്ത് അങ്ങനെ അവരെ ബാറ്റ് വീശിന് ഇതുവരെ ഇല്ലാത്ത രീതിയിലാണ് ഇന്ത്യക്കാരെ അവർ ബാറ്റ് വീശുന്നത്. അതുപോലെ തന്നെ ബൗളിങ്ങിനൊക്കെ എത്തുമ്പോൾ ഇന്ത്യക്ക് പവർ പ്ലേ തന്നെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. പവർ പ്ലേയിൽ ഏറ്റവും മികച്ച റൺ റേറ്റുള്ള ടീമായിരുന്നു ഇന്ത്യ. പക്ഷെ ഇന്നലെ നേരെ തിരിഞ്ഞു വരുന്നു, നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ വീഴുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ വിജയം നമുക്കെല്ലാം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ വിജയ തിലകമണിഞ്ഞു, സിന്ദൂര തിലകമണിഞ്ഞു തന്നെ പറയുന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും പാകിസ്ഥാനെതിരെ ആധികാരികമായിട്ടുള്ള ഒരു വിജയം നേടാൻ ഇന്ത്യൻ ടീമിന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കപ്പ് സ്വീകരിക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് കപ്പ് സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു വിഷയമൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ക്രിക്കറ്റിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെ 3 മത്സരത്തിലും പരാജയപ്പെടുത്തി ഒരു ഹാട്രിക്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ഇന്ത്യനെ സംബന്ധിച്ച് പറയുന്ന പോലെ വരുന്ന T20 പരമ്പരകളുണ്ട്, T20 ലോകകപ്പ് ഉണ്ട്. അപ്പൊ ഈ ഇന്ത്യക്ക് T20 ലോകകപ്പിന് മുമ്പ് ശക്തമായൊരു ടീമിനെ പടുത്തുയർത്തേണ്ടതുണ്ട്. അപ്പൊ ഇതിൽ നിന്നും ഈ ടൂർണമെന്റുകളിൽ നിന്ന് ഉള്ള തെറ്റുകളും അത് പാഠം ഉൾക്കൊണ്ട് ഒരു നല്ല ടീമിനെ വളർത്തിയെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.